ഡിയർ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിലെ ആദ്യത്തെ 2 ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റാർട്ടിംഗ് ഫ്രം ഈഥീൻ, ഹൗ വിൽ യു പ്രിപ്പയർ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഈച്ച് റിയാക്ഷൻ. ഈഥീനിൽ നിന്ന് താഴെ തന്നിരിക്കുന്ന 2 കോമ്പൗണ്ടുകളെ എങ്ങനെ ഉണ്ടാക്കാം, അതിന്റെ കെമിക്കൽ ഇക്വേഷൻ എന്താണെന്ന് എഴുതാനാണ് ക്വസ്റ്റ്യൻ. നമ്മളുടെ രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് CH3 സിംഗിൾ ബോണ്ട് CH3 ആണ്. അത് നിർമ്മിക്കുന്നത് CH2 ഡബിൾ ബോണ്ട് CH2വിൽ നിന്ന് എങ്ങനെയാണ് CH3 സിംഗിൾ ബോണ്ട് CH3 ഉണ്ടാകുന്നതെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇത് അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷനിലാണ് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആയ കോമ്പൗണ്ട് ഉണ്ടായി മാറുന്നത്. ഇവിടെ CH2 ഡബിൾ ബോണ്ട് CH2വില് 2 കാർബൺ ആറ്റവും 4 ഹൈഡ്രജൻ ആറ്റവും ആണ് ഉള്ളത്. ഇനി പ്രൊഡക്റ്റിൽ CH3 സിംഗിൾ ബോണ്ട് CH3 ആണ്. അവിടെ എക്സ്ട്രാ 3 6 ഹൈഡ്രജൻ ആറ്റം വന്നിട്ടുണ്ട്. അപ്പം 2 ഹൈഡ്രജൻ ആറ്റം കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അഡീഷൻ റിയാക്ഷനിൽ 2 ഹൈഡ്രജനോട് ചേർത്ത് കൊടുത്തപ്പോഴാണ് ഏത് കിട്ടിയത്? CH3 സിംഗിൾ ബോണ്ട് CH3 കിട്ടിയത്. എയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, CH3 സിംഗിൾ ബോണ്ട് CH2Cl എന്ന് പറയുന്ന കോമ്പൗണ്ട് എങ്ങനെ ഉണ്ടായതാണ്? CH3 സിംഗിൾ ബോണ്ട് CH2Cl എന്ന കോമ്പൗണ്ട് ഏതിൽ നിന്ന്? CH2 ഡബിൾ ബോണ്ട് CH2വിൽ നിന്ന് എങ്ങനെ ഉണ്ടായെന്നാണ്. ഇതും അഡീഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ റിയാക്റ്റന്റില് 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. എന്നാൽ പ്രൊഡക്റ്റ് വന്നപ്പം 5 ഹൈഡ്രജൻ ആറ്റമായി. അപ്പൊ എന്തായാലും ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും റിയാക്റ്റന്റിന്റെ സൈഡിൽ Cl എന്ന് പറയുന്ന ആറ്റം ഇല്ല. എന്നാൽ പ്രൊഡക്റ്റില് Cl ഉണ്ട്. അപ്പൊ ഏതായിരിക്കും ആഡ് ചെയ്യുന്നത്? HCl ആയിരിക്കും ആഡ് ചെയ്യുന്നത്. CH2 ഡബിൾ ബോണ്ട് CHന്റെ കൂടെ HCl ആഡ് ചെയ്തപ്പോഴാണ് ഏത് കിട്ടിയത്? CH3 CH2Cl എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രൊഡക്റ്റ് കിട്ടിയത്. B question, which reaction is used to get polythene from ethene? എന്താണ്? ഈഥീനിൽ നിന്ന് പോളിത്തീൻ കിട്ടുവാൻ വേണ്ടി ഏത് റിയാക്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തത്? നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ 5 റിയാക്ഷനെ പറ്റിയാണ് ആദ്യം പഠിക്കുന്നത്. ഏതൊക്കെയാണത്? ഏതാ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അഡീഷൻ റിയാക്ഷൻ, പോളിമറൈസേഷൻ, തെർമൽ ക്രാക്കിംഗ് ആൻഡ് കമ്പഷൻ. ഇതിൽ ഏത് റിയാക്ഷൻ ആണ് ഈഥീനിൽ നിന്ന് പോളിത്തീൻ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? ഈഥീനിൽ നിന്ന് ഏത് നിർമ്മിക്കണം? പോളിത്തീൻ നിർമ്മിക്കണം. പോളിത്തീൻ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഏത് റിയാക്ഷൻ ആയിരിക്കും. പോളി എന്ന് കണ്ടാൽ തന്നെ അറിയാം പോളിമറൈസേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ ആയിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത്, ഈ കോമ്പൗണ്ട് നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചത്. ആൻസർ പോളിമറൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഗിവൺ. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഘടനാവാക്യം നൽകിയിട്ടുണ്ട്. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. എ ക്വസ്റ്റ്യൻ, ദിസ് കോമ്പൗണ്ട് ബിലോങ്സ് ടു ഡാഷ് ഫാമിലി. ഇത് ഏത് ഫാമിലിയിൽ പെടുന്ന? ഓപ്ഷൻ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഡബിൾ ബോണ്ട് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകാം ഇത് എന്തായിരിക്കും? ആൽക്കീൻ ആയിരിക്കും. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ആൻ റൈറ്റ് ദി മോളിക്കുലാർ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുലയും IUPAC നെയിമും എഴുതാനാണ്. മോളിക്കുലാർ ഫോർമുല നമ്മുടെ ആറ്റങ്ങളെ എണ്ണി എഴുതണം. കാർബൺ എത്ര ഉണ്ട്? C4, ഹൈഡ്രജനോ 3 + 2 5, 5 + 1 6, 7 8, H8 എന്നായിരിക്കും. ഇനിയും ഇതിന്റെ IUPAC നെയിം എഴുതാൻ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ വെയ്ഡ് റൂട്ട് 4 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് എന്തായിരിക്കും? ബ്യൂട്ടൻ എന്നായിരിക്കും. ഡബിൾ ബോണ്ട് കണ്ടാൽ ENE ചേർക്കണം. പിന്നെന്താണ്? ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ എവിടാണെന്ന് എഴുതണം. എങ്ങനെ ആയിരിക്കും പേര് വരുന്നത്? ബ്യൂട്ട് ഒന്നാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്, ഒന്നാമത്തെ. അപ്പം ബ്യൂട്ട് -1 -ഈൻ ഇതായിരിക്കും ഇതിന്റെ
IUPAC നെയിം എന്ന് പറയുന്നത്. C question. Write the structural formula of alicyclic compound with the same molecular formula of the above given compound. മുകളിൽ തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ അതേ മോളിക്കുലാർ ഫോർമുലയുള്ള ആലിസൈക്ലിക് കോമ്പൗണ്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C4H8 ആണ്. C4H8 ആണ്. അപ്പം 4 കാർബൺ ആറ്റം വരയ്ക്കണം. എല്ലായിടത്തും സിംഗിൾ ബോണ്ട് ആയിരിക്കണം. പിന്നെ വാലൻസി കംപ്ലീറ്റ് ചെയ്ത് ഹൈഡ്രജനെ കൊടുക്കണം. ഇവിടെ ഈ കാർബണ് 2 വാലൻസി ഉള്ളത് കൊണ്ട് ഇനി 2 ഹൈഡ്രജൻ. അതേപോലെ ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെയും 2 ഹൈഡ്രജൻ, ഇവിടെയും 2 ഹൈഡ്രജൻ. ഇപ്പോൾ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല C4H8 തന്നെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. An organic compound with OH as functional group has the molecular formula C3H8O. അതായത് C3H8O എന്ന മോളിക്കുലാർ ഫോർമുല ഉള്ള കോമ്പൗണ്ടിൽ OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നത്. A question. Write 2 possible structural formula of this compound. ഈ കോമ്പൗണ്ടിന്റെ 2 വ്യത്യസ്ത സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനാണ് A question എന്ന് പറയുന്നത്. C3H8O എന്നാണ്. OH ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരും. ആദ്യം തന്നെ നമുക്ക് 3 കാർബൺ ആറ്റങ്ങൾ വരയ്ക്കാം. അതിനുശേഷം OH ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ചേർക്കേണ്ടത്? ഇനി ഇവിടെ ഈ കാർബണിന് ഒരു വാലൻസിയായി ഇനി നമുക്ക് 3 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇവിടെ കാർബണിന് 2 വാലൻസി ഉള്ളതുകൊണ്ട് 2 ഹൈഡ്രജനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കാർബണിന് ഇപ്പൊ 2 വാലൻസി ഉണ്ട്. ഇനി നമുക്ക് 2 ഹൈഡ്രജനെ കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് CH3 CH2 സിംഗിൾ ബോണ്ട് CH2 OH ആണ് ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത്. 2 സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞത്. നമ്മളിപ്പോ 1 എഴുതി. ഇനി രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തേത് ഇപ്പൊ OHന്റെ സ്ഥാനം നമ്മൾ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് കൊടുത്തത്. ഇനിയും ചെയ്യുമ്പോൾ നമ്മൾ OHന്റെ സ്ഥാനം കൊടുക്കുന്നത് രണ്ടാമത്തെ കാർബണിലായിരിക്കും. ഇവിടെ ആയിരിക്കും OH കൊടുക്കുന്നത്. ഇനി വാലൻസി കംപ്ലീറ്റ് ചെയ്യാം. ഈ കാർബണിന് ഒരു വാലൻസി ഉള്ളൂ. പിന്നെ 3 ഹൈഡ്രജനെ നമ്മൾ ചേർത്ത് കൊടുക്കും. ഈ കാർബണിന് 3 വാലൻസിയായി ഒരു ഹൈഡ്രജനെ ചേർക്കും. ഈ കാർബണിന് ഒരു വാലൻസി ഉള്ളൂ. ഇനിയും 3 ഹൈഡ്രജനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് രണ്ടാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. B question. Write the structure and IUPAC name of a functional isomer of the above compounds. നമ്മളിപ്പം A എന്ന ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് എഴുതിയ ആ കോമ്പൗണ്ടിന്റെ ഒരു ഫങ്ഷണൽ ഐസോമർ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് OH ആണ്. OHനോട് ജോഡി ചേരുന്ന ഫങ്ഷണൽ ഐസോമർ എഴുതാൻ ചോദിച്ചാൽ അത് O ആണെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ 3 കാർബൺ ആറ്റമാണ് ഉള്ളത്. അപ്പം 3 കാർബൺ ആറ്റം വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ അതിലെ ഒരു പൊസിഷനിൽ ആരെ ചേർക്കണം? Oയെ ചേർക്കണം. ഇനി എന്ത് ചെയ്യണം? വാലൻസി കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ഒരു വാലൻസിയായി ഇനി നമുക്ക് 3 ഹൈഡ്രജനെ പറ്റും. ഇവിടെയോ? ഇവിടെ 3, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ. എഴുതിയതിന് ശേഷം നമുക്ക് ഈ മോളിക്കുലാർ ഫോർമുല സെയിം ആണോ നോക്കാം. ഇവിടെ 3 കാർബൺ ആറ്റം, അതായത് C3 H എത്ര ഉണ്ട്? H 8 എണ്ണം ഉണ്ട്. 3 + 3 6 + 2 8 ഉണ്ട്. പിന്നെ Oയും നമ്മുടെ സെയിം മോളിക്കുലാർ ഫോർമുല തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്. ചുവടെ നൽകിയിരിക്കുന്ന 2 കോമ്പൗണ്ടുകളുടെ IUPAC നെയിം എഴുതാനാണ്. ഇത് ഒന്നാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ. CH3 CH2 Cl. Cl എന്ന് പറയുന്നത് ഒരു ഹാലോ ഗ്രൂപ്പ് ആണ്. അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ്. പേരെങ്ങനെ വരും? 1 ക്ലോറോ. എത്ര കാർബൺ ആറ്റം ഉണ്ട്? എന്ത് ബോണ്ടാണ്? എത്ര കാർബൺ ആറ്റം? 2 കാർബൺ ആറ്റം, സിംഗിൾ ബോണ്ട്. അപ്പം 2 എണ്ണത്തിന് പറയുന്നത് മെത്ത് എത്ത്. 1 ക്ലോറോ ഈതെയിൻ. 1 ക്ലോറോ ഈതെയിൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം. B
ബി ക്വസ്റ്റ്യൻ O എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ആൽക്കോക്സി ഗ്രൂപ്പാണ്. ആൽക്കോക്സി ഗ്രൂപ്പില് വരുന്നതിന് IUPAC നെയിം കൊടുക്കാൻ രണ്ട് സൈഡിൽ ഓയുടെ അപ്പുറവും ഇപ്പുറവും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കാണും. അതിലെ ചെയിന്റെ നീളം കുറഞ്ഞതിനെ ആൽക്കോക്സി എന്നും കൂടിയതിനെ ആൽക്കൈൻ എന്നും പറയും. അപ്പൊ ഇതിന്റെ പേര് ഈ സൈഡ് ആദ്യം എഴുതണം. ഇവിടാണ് ചെയിന്റെ നീളം കുറവ്. അപ്പം മെത്തോക്സി നീളം കൂടിയ ഭാഗം എന്ന് പറയുന്നത് ചെയിന്റെ നീളം കൂടിയത് ഈ സൈഡിലാണ്. 2 കാർബൺ ആറ്റം ഉണ്ട്. ഇതുകൊണ്ട് പേരെന്ത് വരും? സിംഗിൾ ബോണ്ട് ആണ് ഈഥൈൻ. മെത്തോക്സി ഈഥൈൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എന്ന് പറയുന്നത്. Next question, analyze the following equation which shows the fermentation of molasses. താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മൊളാസസിന്റെ ഫെർമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മൊളാസസ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഓർഗാനിക് കോമ്പൗണ്ട് ആയ എഥനോളിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് താഴെ തന്നിരിക്കുന്നത്. അവിടെ C6H12O6നെ ഒരു എൻസൈം എ എന്ന് പറയുന്ന എൻസൈം അത് ഏതാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അത് ഫെർമെന്റേഷൻ നടത്തുമ്പോൾ വാശം ഉണ്ടാകുന്നു. കൂടാതെ അതിന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എഥനോളിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? മൊളാസസ് അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്നതിനെ ഫെർമെന്റേഷൻ നടത്തിയാണ് എഥനോൾ നിർമ്മിക്കുന്നത്. ഇതിന് നമ്മൾ ഫെർമെന്റേഷനിലേക്ക് നടത്താനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഈസ്റ്റ് ആണ്. അതായത് ഈസ്റ്റില് 2 എൻസൈം ഉണ്ട്, ഇൻവെർട്ടേസും സൈമേസും. അതിലെ ഇൻവെർട്ടേസ് ആണ് നമ്മുടെ ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. ഈ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും സൈമേസ് എന്ന് പറയുന്ന എൻസൈം ആണ് എഥനോൾ ആക്കി മാറ്റുന്നത്. അതെന്ന് പറയുന്നത് 8 to 20% എഥനോൾ ആണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാഷ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ഇക്വേഷൻ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസിനെ എൻസൈം എ. ഇപ്പൊ ഏതായിരിക്കും എ എന്ന് പറയുന്നത്? രണ്ടാമത് നമ്മൾ പറഞ്ഞ സൈമേസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസിനെ വാഷ് ആക്കി മാറ്റുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എൻസൈം എ ഐഡന്റിഫൈ ചെയ്യാനാണ്. അതിന്റെ ആൻസർ ആണ് സൈമേസ്. സൈമേസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഇത് വാഷ് ആക്കി മാറ്റുന്നത്. ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് വെൻ വാഷ് ഈസ് സബ്ജക്റ്റഡ് ടു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഈ വാഷിനെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിയാൽ പിന്നീട് കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ വാഷ് എന്ന് പറയുന്നത് 8 മുതൽ 10% വരെ എഥനോളിനെയാണ് നമ്മൾ വാഷ് എന്ന് പറയുന്നത്. ബി ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് 95.6% എഥനോളിനെയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി വാഷിന്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി കിട്ടുന്നത്. ഈ എഥനോളിനെ വിളിക്കുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്.